കോട്ടയം ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലെ സാധാരണക്കാരുടെ ആശ്രയമായ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും സമീപ പ്രദേശങ്ങളിലും മൊബൈൽ ഫോണുകൾക്ക് റേഞ്ച് ഇല്ലാത്തത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദുരിതമാകുന്നു. പൊതുമേഖലാ സേവനദാതാക്കളായ BSNL അടക്കമുള്ള പ്രമുഖ മൊബൈൽ കമ്പനികൾക്കൊന്നും ഈ പ്രദേശത്ത് റേഞ്ച് ഇല്ലാത്തത് രോഗികൾക്കും നാട്ടുകാർക്കും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. പീരുമേട്, കുട്ടിക്കാനം, മുണ്ടക്കയം അടക്കമുള്ള മലയോര മേഖലകളിൽ അപകടങ്ങളും അത്യാഹിതങ്ങളും ഉണ്ടാകുമ്പോൾ ആദ്യം രോഗികളെ എത്തിക്കുന്നത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. എന്നാൽ അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾ ബന്ധുക്കളെയോ വീട്ടുകാരെയോ അറിയിക്കുവാൻ മൊബൈൽ ഫോണുകൾ പരിധിക്ക് പുറത്താകുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുല്ലുപാറയിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ KSRTC ബസ് അപകടത്തിൽ 37 പേരെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിൽ 4 പേർ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ബന്ധുക്കളെയും ഉറ്റവരെയും വിവരം അറിയിക്കുവാൻ മൊബൈൽ ഫോണുകൾക്ക് കവറേജ് ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. മന്ത്രിമാർ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ നേതൃത്വം നൽകിയെങ്കിലും ആംബുലൻസ് അടക്കമുള്ള ക്രമീകരണം ഒരുക്കുന്നതിന് ഇത് പ്രതിസന്ധി സൃഷ്ടിച്ചു. 60 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മൊബൈൽ നെറ്റ്വർക്കിന് യാതൊരു മൊബൈലിൻ്റെയും നെറ്റ്വർക്ക് നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പം നമുക്കിവിടെ വരുന്ന രോഗികൾക്കും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സിനും അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ, അവരുടെ എമർജൻസി വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കാനോ മറ്റൊരു കാര്യങ്ങളും റേഞ്ച് ഇല്ലാത്തത് മൂലം നമുക്കിവിടെ സാധിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇവിടെ വേണ്ട ഒരു കാര്യമാണ് ഈ മൊബൈൽ നെറ്റ്വർക്ക്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് നമുക്കറിയാം, പുല്ലുപാറയിലുണ്ടായി. അവിടെ ഏതാണ്ട് 37ഓളം പേര് നമുക്കിവിടെ വന്നതാണ്. പക്ഷേ അവരെ ആൾക്കാർ, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ DMO അടക്കമുള്ള ആൾക്കാർ നമ്മളെ അവർക്ക് വേണ്ട ആംബുലൻസ്, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് അപകടം നടന്ന സ്ഥലത്തിലേക്ക് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി അവർ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നു. പക്ഷേ അവർക്ക് നമ്മളെ കിട്ടുന്നില്ല. കാരണം നമ്മുടെ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്കത് കോള് കിട്ടുന്നില്ല. ശബരിമല സീസൺ ആരംഭിച്ചതോടെ റോഡിൽ വാഹന അപകടങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആശുപത്രിയിലെത്തുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുവാൻ ശ്രമിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ പരിധിക്ക് പുറത്താകുന്നത് രോഗികൾക്കും കൂടെ വരുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ വിഷയം പെടുത്തിയിട്ടുണ്ടെന്നും ഉടൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഹോസ്പിറ്റലിൽ എത്തുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശത്ത് ഒരു മൊബൈൽ നെറ്റ്വർക്കുകളും കവറേജ് നമുക്ക് ലഭിക്കുന്നില്ല. അത് പലപ്പോഴും ഇവരുടെ കൂട്ടിരിപ്പുകാർക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ജനപ്രതിനിധികളോടും അടക്കമുള്ളവരോട് ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നു. എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രദേശത്തെ ഈ ഒരു മൊബൈൽ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രദേശത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന വാഹന ഡ്രൈവർമാർക്കും ക്യാൻറ്റീൻ ജീവനക്കാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അടക്കമുള്ളവർക്ക് മൊബൈൽ ഫോണുകൾ റേഞ്ച് ലഭിക്കാത്തത് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ പലപ്പോഴും സമീപത്തെ റോഡിലും റബ്ബർ തോട്ടത്തിലും മാറി നിന്ന് വീട്ടുകാരെയും ബന്ധുക്കാരെയും വിളിച്ച് വിവരങ്ങൾ പറയേണ്ട ഗതികേടാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.